السلام عليكم ورحمة الله تعالى وبركاته. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. اللهم لك الحمد ولك الشكر وإليك رزقنا ونحمد ونرجو رحمتك ونخشى عذابك. اللهم إن عذابك لتقبل بالغفران من صل على سيدنا وحبيبنا محمد وعلى آله وصحبه أجمعين. إن دين الإسلام ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സ്നേഹസമ്പന്നമായ ഈ സ്വാഭ ഇതുപോലെ ഋജുവായ വെട്ടിത്തെളിയിക്കപ്പെട്ട സന്മാർഗത്തിന്റെ പ്രകാശഗീതങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന മനോഹരമായ നേരായ പാത, ചൊവ്വായ വഴി, ശക്തമായ നിലപാട് എന്ന ധ്വനികളെ ഒന്നുകളെ പ്രസംഗിപ്പിക്കുന്ന ഈ ഒരു ശീലത്തിൽ ഈ യുഗം അതിൽ ഇംഗ്ലീഷും മലയാളവും ഈ യുഗം അങ്ങനെ ഈ കാലത്തെ അരുതായ്മകളോട് ശക്തിയുക്തം ആവനാഴിയിൽ സകല അസ്ത്രങ്ങളും പടപൊരുന്ന ഒരു മുഷ്ടി ചുരുട്ടിയ മുദ്രാവാക്യങ്ങളോട് താദാത്മ്യം പ്രാപിച്ചു നിൽക്കുന്ന ശക്തമായ വരികളിൽ ചിട്ടപ്പെടുത്തപ്പെട്ട രൂപപ്പെടുത്തപ്പെട്ട തനിമയാർന്ന ഒരു തീം സോങ് മുഖരിതമായ ഈ ഒരു മനോഹരമായ വേദിയിൽ അഭിമന്യനായ സാന്നിധ്യം എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ഉസ്താദ് വേദിയെ ഇവിടെ ഉപയോഗിച്ച് ആനയിക്കാമെന്ന് അവസാനം പകർന്നു നൽകിയ അഭിമന്യനായ എന്റെ തൊട്ടു മുമ്പ് ഇവിടെ സംസാരിച്ച ഈ പഞ്ചായത്തിന്റെ അജയ്യനായ വിദ്യാസമ്പന്നനായ പ്രസിഡന്റ് അഭിമന്യനായ അഡ്വക്കേറ്റ് നൗഷാദ് സാഹിബ് അദ്ദേഹത്തിന്റെ മറക്കവുമായി പോയ ദിവംഗതനായ പിതാവിന്റെ ഓർമ്മകൾ അലയിക്കുന്ന ആണ്ടിന്റെ സുദിനം കൂടിയാണ് പ്രിയപ്പെട്ട നമ്മുടെ വഹല് ജമാഅത്തിന്റെ വൈസ് പ്രസിഡന്റ് ദീനിന്റെ ഒരു നല്ല പോരാളിയൊക്കെ ആയിരുന്നു പ്രിയപ്പെട്ട മൊയ്തീനാജി. അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട എന്റെ ഒരുപാട് ദീനി വിജ്ഞാനങ്ങളുടെ വഴി തെളിയിച്ചു തന്ന എന്റെ പ്രിയപ്പെട്ട ഉഫിറാജും നിങ്ങളുടെയൊക്കെ ഗുരുനാഥനും അതുപോലെ എന്റെ ഗുരുനാഥനായ അഭിമന്യനായ ഉബൈദുള്ള ഉസ്താദ് അവറുകളെ അതുപോലെ തന്നെ ഇവരുടെ സാഹചര്യം അറിയിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മയ്യാനി ഉസ്താദ് നമ്മുടെ വേദിയുടെ അൽബിൽട്ടൻ ബഹുമാന്യനായ മഹല്ല് ജമാഅത്തിന്റെ ജനറൽ സെക്രട്ടറി ഇലിയാസ് സാഹിബ് അടക്കമുള്ള ഞാൻ പേര് പരാമർശിച്ചയുടെ ലെറ്റർ സ്റ്റൈൽ അതിന്റെ അംഷാദ് നേരത്തെ പറഞ്ഞു അതൊക്കെ വാഴക്കാട് അങ്ങാടിയിൽ നടത്തേണ്ട ഒരു പരിപാടിയാണ്. നിങ്ങൾ ശരിക്കും ഇവിടെ ഈ ഒരു ഇട്ടാവട്ടത്തിൽ തന്നെ ഇത്രയും ഔദ്യോഗിക സ്വഭാവത്തോടുകൂടെ ഒരു പരിപാടിയെ നടത്തുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ സിറ്റുവേഷനലി ആർജിച്ചെടുക്കുന്ന ഒരു സാധനമുണ്ട്. അത് ഓർഗനൈസിംഗ് ആണ്. എങ്ങനെ ഒരു സംഘാടകനാകാം എന്നുള്ളതിനപ്പുറം അല്ലെങ്കിൽ തികവുറ്റ അല്ലെങ്കിൽ വൈകല്യങ്ങളില്ലാത്ത കുറ്റമറ്റ ഒരു സംഘാടനം അതറിയാതെ എല്ലാ കുട്ടികളും പഠിക്കുക. സീനിയേഴ്സ് ഇറങ്ങി ഗ്രൗണ്ടിൽ ഇറങ്ങി അത് ചെയ്യുമ്പോൾ ജൂനിയേഴ്സ് അതിന്റെ ഗ്രാസ് റൂട്ടിനെ പഠിക്കുകയാണ്. എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യണത്? അപ്പൊ ഇവിടെ കരിക്കുലത്തിന്റെ പുറത്ത് ഈ മർക്കസുൽ ഉലമാ ദർസിന്റെ നിങ്ങളിൽ ഉള്ള ഓരോ ബാച്ച് വൈസ് ആയിരിക്കുന്ന കരിക്കുലത്തിന്റെ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്ന വിദ്യാഭ്യാസ പ്രക്രിയയുടെ നമ്മൾ ഓതുന്ന കിതാബിന്റെ ഒക്കെ പുറത്ത് ഇവിടുത്തെ കാറ്റും കോളും കൊണ്ടിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പാർശ്വ കഴിവ് ഉണ്ട്. അത് നിങ്ങളിൽ അറിയാതെ ഇങ്ങനെ വന്ന് ചേരുന്നുണ്ട്. അത് കണ്ടുപഠിക്കുന്നവരുണ്ട്, അത് ചെയ്യുന്നവരുണ്ട്, അതിന് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്,
സിറ്റുവേഷണൽ മാനേജിംഗ് ഉണ്ട്, എങ്ങനെയാണ് സന്ദർഭോചിതമായ ഒരു കാര്യങ്ങൾ ഡീൽ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നുണ്ട്, ഐസ് ബ്രേക്കിംഗ് ഉണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഔട്ട് ഓഫ് കരിക്കുലർ നിങ്ങൾ പഠിച്ചെടുക്കുന്നത് ഒന്നും സിലബസിൽ പെട്ടതല്ല. എത്ര വൃത്തിയായിട്ടാണ് ഇതൊക്കെ ചെയ്തത് അല്ലേ? പുറത്തൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ഇവന്റ് മാനേജ്മെന്റ് ടീമിനെ ഏൽപ്പിച്ചാല് ഞങ്ങൾക്ക് വലിയ സാറോട് ചോദിച്ചു, ഈ സീലിങ്ങും ഈ ഒരു അലങ്കാരങ്ങളും ഈ തൂവെള്ള ശുഭ്ര കർട്ടനുകളുടെ തികവാർന്ന കൂർവയും ഈ ഊടും പാവും നെയ്യലും ഒക്കെ നേരത്തെ ഉണ്ടോ? ഇല്ല, നമ്മളെ കുട്ടികൾ ചെയ്താണ്, ഈ പരിപാടിക്ക് വേണ്ടി ചെയ്താണ്. അപ്പൊ എനിക്ക് വല്ലാത്തൊരു ചാരിതാർത്ഥ്യം അനുഭവപ്പെട്ടു. മീൻസ് ഇതാ ഞാൻ പറഞ്ഞത്, ഓർഗനൈസിങ്. ഇത് നമ്മളെ ഒരു മീലാദ് ഫെസ്റ്റ് അല്ലെങ്കിൽ ഒരു ദർസ് വാർഷികം, ഇപ്പൊ നിങ്ങളുടെ ഇനി ഒരു ഗോതയാണ്, ആ നോട്ടീസ് ബോർഡ് വായിക്കുമ്പോൾ നമുക്കത് ഓടും പെട്ടെന്ന്. സമാന രീതിയിലുള്ള ഒരു ക്യാമ്പസിൽ ജീവിച്ചു പോകുന്ന ഒരാള് എന്ന അർത്ഥത്തിൽ വിശിഷ്യ എനിക്ക് എന്റെ മുമ്പിലേക്ക് അത് വേഗം തടസ്സങ്ങളില്ലാതെ ഓടി വരുന്നുണ്ട്. അപ്പൊ ആ നോട്ടീസ് ബോർഡിൽ ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെടുന്ന 5 പോയിന്റ് 3 പോയിന്റ് 1 പോയിന്റ് അതിനനുസരിച്ച് അട്ടിമറികള് അല്ലെ, യുദ്ധങ്ങള്, ആരോഗ്യകരമായ സംഘടനകള്, ആയുധങ്ങളില്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു വിഭാഗം, ആയുധം ഏറ്റുകൂട്ടാൻ വേണ്ടിയിട്ട് പാട്ട് പരിശീലിക്കുക, പ്രസംഗം പരിശീലിക്കുക, എഴുത്ത് പരിശീലിക്കുക, എന്നിട്ട് അതിൽ നന്നായി കടഞ്ഞെടുക്കപ്പെട്ട ഒരു ശുദ്ധീകരണ പ്രക്രിയ നമ്മൾ നടത്തുക. അത് വല്ലാത്തൊരു സാധനമാണ്. ഇപ്പൊ സിനാന് കല്ലായി, സിനാന്റെ എഴുത്ത് ഇവിടെ ഞാൻ വലിയസ്ഥാനോട് പറഞ്ഞു, നേരത്തെ പ്രിയപ്പെട്ട അസരി പിന്നെ ദാരിൻ ഉസ്താദ് എനിക്കത് കേൾപ്പിച്ചു തന്നു. അപ്പൊ എനിക്ക് അത് കേട്ടപ്പോ തന്നെ പെട്ടെന്ന് ആ വരിയുടെ തീക്ഷ്ണമായ മൂർച്ച വളരെ പെട്ടെന്ന് ഫീൽ ചെയ്തു. അതിലൊരു വിപ്ലവ സ്വരമുണ്ട്. അതിലപ്പുറത്ത് ഇന്നത്തെ നാസ്തിക, നിരീശ്വര, ലിബറൽ ചിന്താഗതിക്കാരായ കുട്ടികൾ പുതിയ ന്യൂജൻ തലമുറയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മളൊക്കെ കാര്യഗൗരവമായി പറയുന്ന കാര്യങ്ങളെ തന്തവൈബ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അതിനെതിരെ ഇരട്ടക്കുഴൽ തോക്ക് പിടിച്ചിട്ട് ഉതിർത്ത വെടിയുണ്ടയാണ് ശരിക്ക് സിനാന്റെ തൂലികയിൽ നിന്ന് നിർഗളിച്ച മഷിത്തുള്ളി എന്ന് എനിക്കിവിടെ പറയാൻ താല്പര്യമുണ്ട്. സിനാന് ഞാന് 2 വർഷം മുമ്പ് ത്വലബയുടെ സംസ്ഥാന കമ്മിറ്റി നടത്തിയ ഒരു എഴുത്താണി എന്ന് പറഞ്ഞൊരു പരിപാടി ചീക്കോട് വെച്ച് നടത്തിയപ്പോ എനിക്ക് അതിലൊരു സെഷൻ സ്റ്റേറ്റ് കമ്മിറ്റി തന്നിരുന്നു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്. അന്ന് സിനാൻ അവിടെ ഉണ്ട് പഠിതാവായിട്ട്. അന്ന് അന്ന് ആ വേദിയിൽ പരാമർശിച്ച ചില വാക്കുകളൊക്കെ സിനാൻ ഇന്ന് എന്റെ അടുത്ത് പറഞ്ഞു. അപ്പോ അത് അതിൽ തൽപരരായ കുട്ടികളെ അങ്ങനെയൊക്കെ ഓർമ്മ ചിന്താമണ്ഡലങ്ങളിൽ കോറിയിടുകയുള്ളൂ. അപ്പൊ അവരെയും ഇതല്ല, ഇതിലും മൂർച്ചയുള്ള വരികൾ ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം. കാലത്തിന്റെ കലിയുഗത്തിന് നേരെ തിരിഞ്ഞു പിടിച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള ആയുധങ്ങള് ഈ സമ്പന്നമായ വിദ്യാഭ്യാസത്തിന്റെ കലാശാല പോലെയുള്ള ദർസിൽ നിന്നൊക്കെ ഉയർകൊള്ളുന്നത് വലിയ ശോഭനകരമായ സൂചനകളാണ് എന്നുകൂടി ഞാൻ വിശ്വസിക്കുകയാണ്. യെസ്, എന്റെ ആമുഖം കഴിഞ്ഞു. ഇനി വിഷയത്തിലേക്ക് വരാൻ. വിഷയം തന്നെ സുദീർഘമായി കിടക്കുന്ന ഒരു സാധനമാണ്. മാത്രമല്ല സമയം വളരെ വൈകിട്ടാണ് നമ്മുടെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് സ്റ്റേഷനുകൾ വിട്ടുവിട്ട് പോയി അനന്തപുരി എത്തേണ്ട നമ്മുടെ തീവണ്ടി ഇപ്പൊ തന്നെ കോഴിക്കോട് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഞാൻ ഇനി കൂടുതലായി നീട്ടിക്കൊണ്ടുപോകുകയല്ല, അല്ലെ? വിശുദ്ധ നബിയാകുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യപ്രവാചക തിരുമേനി ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മളിങ്ങനെ ഉള്ളുകൊണ്ട് ഹബീബിനൊന്ന് വായിച്ചെടുത്തു നോക്ക്. മക്കയുടെ ആ ഒരു പശ്ചാത്തലത്തിൽ ഒരു കുഞ്ഞിങ്ങനെ ജനിച്ചു വീഴുന്നത്, അല്ലെ? പിറവിയെടുക്കുന്നതിന്റെ മുൻപ് തന്നെ ഞാൻ എന്റെ ഈ ഒരു സംസാരത്തെ ഇങ്ങനെ തന്നെ ഒരു കഥാകഥനം പോലെ കൊണ്ടുപോവാണ്. കുട്ടികൾ പരമാവധി, കാരണം ഇവിടെ ഞാൻ വലിയൊരു ബാലികേറ സാഹസത്തിലാണുള്ളത്. കാരണം പല ഏജ് ഗ്രൂപ്പുകാരായ വിദ്യാർത്ഥികളായതുകൊണ്ട് ഏത് മോഡുലേഷനിലേക്ക് എന്റെ ഭാഷയെ കൊണ്ടുപോകണം എന്നുള്ളതിൽ വലിയൊരു കൺഫ്യൂഷൻ എനിക്കുണ്ട്. രണ്ടാമത്തേത്, ഇത്തരം ദർസ് കുട്ടികളോടൊക്കെ വളരെ ഇന്റിമസിയോടുകൂടെ തുറന്ന് സംസാരിക്കുമ്പോൾ പൊതുവെ എനിക്ക് ലൈവ് അത്ര ഇഷ്ടമല്ല. കാരണം പൊതുജനങ്ങളോട് പറയേണ്ട ഒരു ഭാഷയോ അല്ലെങ്കിൽ ഒരു ശൈലിയോ ആകൂല ഈ സമാന മനസ്കരായ ശുഭ്രവസ്ത്രധാരികളോട് കുറച്ചുകൂടി ഇന്റിമസിയോടുകൂടെ സംസാരിക്കുമ്പോൾ വരിക. അപ്പൊ പിന്നെ മുന്നിൽ ഇങ്ങനെ ക്യാമറ നമ്മളെ കുറിച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ശൈലി വ്യതിയാനങ്ങൾ കടന്നു വരും എന്നുള്ളത്